സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട വരുണും രാധികയും ആ കാടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലുള്ള ഒരു വീട് പോലത്തെ സ്ഥലമുണ്ട്. അവിടേക്ക് വരുൺ രാധികയെ കൊണ്ടുവരുവാണ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് വരുൺ രാധികയുടെ തണുപ്പൊക്കെ മാറ്റാൻ ശ്രമിക്കുവാണ് കേട്ടോ. അങ്ങനെ രാധിക കണ്ണ് തുറന്ന് വരുണിനെ നോക്കുമ്പോഴാണ് വരുണിന് ആശ്വാസമാകുന്നത്. അങ്ങനെ ആ രാത്രി മുഴുവൻ തണുത്ത് ഉറച്ചു വിടുന്ന രാധികയെ മുറുകെ ചേർത്ത് കെട്ടിപ്പിടിച്ച് വരുണും രാധികയുടെ അരികിൽ തന്നെ കിടക്കുവാണ് കേട്ടോ. അങ്ങനെ രാവിലെ നേരം വെളുക്കുമ്പോൾ രാധിക പെട്ടെന്ന് ഞെട്ടി എണീക്കുവാണ്. ഈ സമയം വരുൺ എണീക്കുവാണ്. വരുൺ പറയുക, താൻ ഇന്നലെ രാത്രി നല്ലപോലെ തണുക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നത്. എന്തൊക്കെ പറഞ്ഞാലും മരണത്തിൻ്റെ മുമ്പിലാണെങ്കിൽ പോലും ഇന്നലെ ഒരു രാത്രി മുഴുവൻ എനിക്കെൻ്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ച് കിടക്കാൻ പറ്റിയില്ലേ. ഈ സമയം രാധിക വരുണിനോട് ചോദിക്കണേ, അല്ല നമ്മളിനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അറിയില്ല, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഈ കാടിനെക്കുറിച്ച് ഷൂട്ടിങ്ങിന് മുമ്പേ അവർ പറഞ്ഞത് നിറയെ അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കാടാണെന്നാണ്, ഒരുപാട് മൃഗങ്ങളുണ്ട്. അന്നേരം രാധിക പറയണേ, ശരിയാ, ഇന്നലെ ആനയുടെ ശബ്ദമൊക്കെ നമ്മളും കേട്ടതല്ലേ. ഈ സമയത്തായിരിക്കും പെട്ടെന്ന് വരുണിനെയും രാധികയും അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുന്ന ശ്യാമയുടെയും സൂര്യയുടെയൊക്കെ ശബ്ദം അവർ കേൾക്കുന്നത്. അന്നേരം രാധിക പറഞ്ഞേ, ദേ അവർ. അന്നേരം വരുണും പറഞ്ഞേ, ശരിയാ, അവരിവിടെ എവിടെയുണ്ട് ഏട്ടാ എന്നും പറഞ്ഞ് വരുണും വിളിക്കുവാണ്. അങ്ങനെ വരുണും രാധികയും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് പോകുവാണ്. പെട്ടെന്നായിരിക്കും അവരന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന ഫിദേനെയും അമൃതേനെയൊക്കെ വരുണും രാധികയും കാണുന്നത്. അങ്ങനെ ഫിദയെ കാണുന്നതും രാധിക അമ്മയെന്ന് വിളിച്ച് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അങ്ങനെ ശ്യാമക്കും രാധികയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ശ്യാമ രാധികയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുവാണ്. മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾ ഇന്നലെ രാത്രി മുഴുവൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിക്കുവാണ് ശ്യാമ. ഇതേ സമയം സൂര്യയും ബിജുവും പോലീസുകാരും ഒക്കെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ സൂര്യ ആണെങ്കിൽ വരുണിനെ കാണുന്നതും ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ്. രണ്ടുപേർക്കും അപകടം പറ്റാത്ത കാരണം എല്ലാവർക്കും സമാധാനമാകുവാണ്. അതിനുശേഷം ഉടനെ തന്നെ വരുണിനെ രാധികനെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിലിരിക്കുന്ന തന്ത്രിനെയും യശോദേനെയും ഉണ്ടോ. ഈ സമയം മുത്തശ്ശിയും അമ്പലത്തിലെ മറ്റാൾക്കാരും ഒക്കെ ദേവനാരായണൻ്റെ അരികിലേക്ക് എത്തുന്നുണ്ട്. മുത്തശ്ശി ദേവനോട് വീട്ടിലേക്ക് വരാൻ പറയണേ, നീ എന്തിനാ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അന്നേരം ദേവൻ പറയണേ, എൻ്റെ മകളില്ലാതെ എൻ്റെ ജീവിതത്തിനൊരർത്ഥമില്ല, അത് ഈ ഭഗവാനും അറിയാം. എൻ്റെ മോളെ ഈ ഭഗവാൻ തന്നെ എനിക്ക് തിരിച്ചു തരണം. ഇനി ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കാണേണ്ടത് എൻ്റെ മോളെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ദേവനാരായണൻ ഇനി പോകുന്നത് മരണത്തിലേക്കാണ്. അങ്ങനെ പറഞ്ഞ് ഉറച്ച വാശിയിൽ അവിടെ തന്നെ കിടക്കുവാണ് ദേവൻ. അതെല്ലാം കിട്ട സങ്കടത്തോടെ ഇരിക്കുവാണ് യശോദയും. പിന്നീട് കണിമംഗലത്താണ് കാണിക്കുന്നത്. അവിടെ പത്മിനിയും പരമേശ്വരനും പ്രിയങ്കയും മുത്തശ്ശിയും എല്ലാവരും ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഈ സമയത്തായിരിക്കും പരമേശ്വരന് സൂര്യയുടെ കോള് വരുന്നത്. അങ്ങനെ രണ്ടാളും സേഫായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ പരമേശ്വരനും പത്മിനിക്കും എല്ലാവർക്കും ആശ്വാസമാകുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഓടിയെത്തുന്ന രാധികേനെയും വരുണിനെയുമാണ് കേട്ടോ. അങ്ങനെ രാധിക അച്ഛൻ്റെ അരികിലേക്ക് ഓടിയെത്തി അച്ഛാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഈ സമയം കണ്ണു തുറക്കുന്ന തന്ത്രികൾക്ക് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മോളെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുക. എൻ്റെ പൊന്നു മോളെ എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുവാണ് ദേവൻ. അങ്ങനെ രാധികയും വരുണും ഒരബദ്ധം പറ്റാതെ തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.